നൽകി. തുടർന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹം മുമ്പോട്ട് വന്ന് അല്പചില നിമിഷങ്ങൾ നമ്മളെ വന്ദനം ചെയ്യുകയും ഇതിൻ്റെ അനുഭവങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം സംസാരിക്കുകയും ചെയ്യും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. പരിചയങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. ദൈവദാസൻ എന്ന നിലയിൽ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന് കൈമാറുന്നു. ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച ഈ പകൽ അനുഗ്രഹിക്കപ്പെട്ട സഭയോഗത്തിൽ പങ്കെടുക്കുവാനും ദൈവമക്കളോട് ചേർന്ന് കർത്താവ് കുടുംബത്തോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ കൃപയോർത്ത്, സാവകാശയോർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, ദൈവോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഓരോ ദിവസം വഹിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നവരെ വീഴാതെ നമ്മളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധി കളങ്കമില്ലാത്തവരായി ആനത്തോടെ നിർത്തുവാൻ കഴിവും ബലവും ശക്തിയുള്ള ഒരു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആ മഹാസ്നേഹത്തെ ഓർത്ത്, ദയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദേവദാസനെ ഓർപ്പിച്ചല്ലേ. ഈ സഭയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. സ്തോത്രം. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭ ആയതുകൊണ്ട് ഒരു വിഷയം ഓർപ്പിക്കാൻ കൂടിയാണ് വന്നത്. സ്തോത്രം. പിന്നെ കർത്താദാസൻ സമയം തന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു ആലോചന കൂടി ദൈവസഭയിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എൻ്റെ പേരും ചില കാര്യങ്ങളൊക്കെ പാസ്റ്ററോട് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം ഇപ്പോൾ അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. സ്തോത്രം. വചനവും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചു. സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമായതുകൊണ്ട് അതും കൂടി ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ ദേശത്ത് ആദ്യമായിട്ടാണ് ഒരു മല കയറി വരുവാൻ, ഒരു മലയുടെ മേളിൽ മണ്ടയ്ക്ക് എന്നെങ്കിൽ ഇവിടുത്തെ ഭാഷ പറഞ്ഞു, മണ്ടയ്ക്ക് ഒരു സഭ സ്ഥാപിക്കുവാൻ ദൈവത്തിന് ഹിതമായതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും സിറ്റികളിൽ അല്ലെങ്കിൽ ടൗണിലൊക്കെ, പത്തനംതിട്ട ടൗൺ, കോഴഞ്ചേരി ടൗണിലൊക്കെ സഭകളാണെങ്കിലും എല്ലാവരും പറയുന്നത് ഒരു 10 പടി വെച്ചാൽ പോലും ആൾക്കാർക്ക് വരാൻ മടിയാണ്. കാരണം 10 പടി കയറാൻ എല്ലാവർക്കും മടിയാണ്, ക്ഷീണമാണ്. പ്രായമുള്ള ആൾക്കാർക്കും ഈ പടി കയറാൻ മടിയാണ്. സ്തോത്രം. ഞാൻ കർത്താവിനോട് ഓർത്ത്, കർത്താവ് ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ ഒരു സഹോദരിയെ കണ്ടു. അവരോട് ചോദിച്ചു, പറഞ്ഞു ഇതേ തൊട്ടൊരു 10 അടി വെച്ചാൽ മതി, ആലയമാണെന്ന് പറഞ്ഞു. കയറി വന്നപ്പോൾ കർത്താവ് സ്തോത്രം, ഇത്രയും വലിയ മലയിലാണല്ലോ ഇത് വെച്ചത്, ഇവിടെ കയറി വന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം എന്നും കൂടി പറഞ്ഞാൽ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും അണച്ചു, ക്ഷീണിച്ചു. 10 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നത്. സ്തോത്രം. ഒരു കയറ്റം കയറണം, പിന്നെ രണ്ടാമതൊരു കയറ്റം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ AGMDC അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ തുടർന്ന് 24 മണിക്കൂറിൽ ഒരു പ്രാർത്ഥന ചങ്ങല നടത്തുന്നുണ്ട്. ചിലരെ തല ആട്ടിയുള്ളൂ, അപ്പോൾ ചിലർക്ക് അറിയുള്ളൂ. സ്തോത്രം. പാസ്റ്റിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഓർപ്പിക്കാൻ വേണ്ടി അത് 24 മണിക്കൂറും നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ ഓരോരോ മണിക്കൂറും ഒരു സഭയോ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ പാസ്റ്റർമാർക്കോ വിശ്വാസിക്കോ അത് സ്പോൺസർ ചെയ്ത് നടത്തിയാണ്. 24 മണിക്കൂർ പക്ഷേ അതുണ്ട്, രാത്രിയുണ്ട്. സ്തോത്രം. ലോകമെമ്പാടുമുള്ള ഏജിലെ ദൈവമക്കൾ സഭകൾ അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. AG-ക്കാർ മാത്രമല്ല, IPCയും സ്തോത്രം ഷാരോങ്കാരും ചർച്ചകോടും സഭ വ്യത്യാസമില്ലാതെ ആരൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവരതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനും പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സെക്ഷൻ്റെ സമയം എനിക്കറിയില്ല. ഒരു ഉദാഹരണത്തിന് കോഴഞ്ചേരി സെക്ഷനിലെ എല്ലാ ശനിയാഴ്ച 5 ശനിയാഴ്ച ഉണ്ടെങ്കിൽ 4 ശനിയാഴ്ച അവർക്കുള്ള 5-ാം ശനിയാഴ്ച സിംഗപ്പൂരിലെ സഭയ്ക്കാണ്. അപ്പോൾ 4 ശനിയാഴ്ച 6 മണി മുതൽ 7 മണിയാണ് അവരുടെ സമയം. പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാം. കൂടാതെ ചില രാജ്യങ്ങൾക്ക് വേണ്ടിയും ചില വിഷയങ്ങൾ അവർ അവിടുന്ന് കൗൺസിൽ, മലയാളം ഡിസ്ട്രിക്റ്റിലെ കൗൺസിലിന് ചില വിഷയങ്ങൾ അത് പ്രസിഡന്റുമാർക്ക് കൊടുത്ത് അവർ പ്രാർത്ഥിപ്പിക്കും. സ്തോത്രം. ഒരു സൂമിലാട്ടോ, സൂം മീറ്റിംഗാണ്. സ്തോത്രം. അപ്പോൾ ഏത് സമയത്ത് ആർക്ക് വേണമെങ്കിലും കയറി പ്രാർത്ഥിക്കാം. ചോദ്യം വീഡിയോ ഓൺ ചെയ്യേണ്ട, അപ്പോൾ ഡാറ്റ കുറവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്പസമയമെങ്കിലും ദൈവമക്കൾ, ഇവിടെ ദൈവസഭയിലായിരിക്കും ദൈവമക്കൾ അതേ സ്തോത്രം അതിലെടുത്ത് അത് പങ്കെടുക്കുവാൻ ഒരു ആഹ്വാനം സ്തോത്രം ഞാൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചെയ്യുന്നവർക്കായി സ്തോത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഏത് സമയത്തും കയറാം. നിങ്ങളുടേതായ സെക്ഷൻ്റെ സമയം അറിഞ്ഞ് അതിൽ പങ്കെടുക്കുവാണെങ്കിൽ അത് അത്രയും നല്ലത്.
സ്തോത്രം. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. വിവിധ വിഷയങ്ങളോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു സാവകാശം അതാകുന്നു. ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഇന്ന് വെളുപ്പിനെ അതേ ദൈവാത്മാവിനോട് ഇടപെട്ട അതിലൊന്നും വ്യാഖ്യാനങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് അല്ലെങ്കിൽ പറയാൻ എനിക്ക് സമയം ലഭിക്കില്ല. മാത്രമല്ല ഞാനത് ധ്യാനിച്ചുമില്ല. സ്തോത്രം. വരുന്നിടത്ത് പുതിയതായി പോകുന്നുണ്ട്. ചിലർക്ക് സമയം കിട്ടും, ചിലപ്പോൾ സമയം കിട്ടില്ല. എന്നാൽ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യത്തോടെയാണ് പലയിടത്തും പോകുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ ഞാൻ പ്രാരംഭത്തിൽ ഞങ്ങളെ അത് കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചൊരു ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. യേശു തന്നെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണോ അത് ദിവസം ഓർപ്പിച്ച് അതിനോട് ചേർന്ന് 2 വാക്യം കൂടി വായിപ്പിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞ വാക്യം, സോ ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്, ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്. സോ ഐ ഷൽ നോട്ട് വോണ്ട്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യഹോവ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ഇടയനാകുന്നു. സ്തോത്രം. ആ ഇടയൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നല്ലവണ്ണം അറിയുന്ന ഒരു ഇടയനാകുന്നു. പാസ്റ്റർ ഓർപ്പിച്ചോ. ഹല്ലേലൂയ. നാം പോകുന്ന വഴി യാത്രയെല്ലാം ദൈവം നമ്മൾ ഉള്ളങ്കൽ വഹിച്ചു. മോശ 40 ലക്ഷം ജനത്തോട് നോക്കി പറയുന്നു, ഈ 40 വർഷം 40 ലക്ഷം ജനത്തെ ദൈവം നടത്തിയെന്ന് നിങ്ങൾ തന്നെ കണ്ടുവല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് 20 വർഷമായിട്ട് അല്ല 50 വർഷമായിട്ട് ഈ വിശ്വാസം വേണ്ടി ഇറങ്ങിയിട്ട് ഇന്ന് വരെ നിങ്ങളെ നടത്തിയ ദൈവത്തിന് അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല. പക്ഷെ ആ ദൈവത്തെ അതേ നന്ദിയോടെ ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, വീട്ടിലായിരുന്നാലും കടയിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നാലും കർത്താവിനെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. വലിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ വായിച്ച വാക്യം എന്തായിരുന്നു? മറന്നുപോയി. അപ്പം തന്നെ വിട്ടുപോയല്ലോ. ഇനി അടുത്ത ഞായറാഴ്ച മറന്നുപോയി. അവരെല്ലാം കൂടിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം, ഈ സ്ഥലം കുലുങ്ങണം, നമ്മളെങ്കിലും കുലുങ്ങണം. സ്ഥലം കുലുങ്ങിയില്ലെങ്കിലും നമ്മളെങ്കിലും സ്ഥലം കുലുങ്ങി എല്ലാവരും സ്തോത്രം മോളും പ്രാപിക്കണം. എന്താ? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷ സംസാരിച്ചു, ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചു. ആത്മാവ് വന്നാലേ ധൈര്യം വരുള്ളൂ. മാനുഷികമായ ധൈര്യം കൊണ്ട് ലോകത്ത് നമുക്ക് ജയിക്കാം, പക്ഷെ ദൈവത്തെ ജയിക്കാൻ സാധിക്കില്ല. സ്തോത്രം. ഇന്ന് പ്രഭാതം കൊണ്ട് ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് സഭയിൽ അതേ ആരാധന നടക്കുമ്പോൾ കർത്തൃമേശ ഉണ്ടായിരുന്നു. കർത്താവിനെ ആത്മാവ് ഓർപ്പിച്ച കാര്യം, നാം ഇവിടെ ഇത്രയും സ്വസ്ഥമായിരുന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ ഓർക്ക് ഇത്രയും വലിയ മലമേലിരിക്കുന്ന പട്ടണം. സ്തോത്രം. ശബ്ദവാണി ഇഷ്ടം ഈ ചുറ്റുപാട് മൊത്തം ആൾക്കാർക്ക് കേൾക്കാം. കർത്താവ് കേൾപ്പിക്കട്ടെ. പക്ഷെ ജയിലിലുള്ള ദൈവാത്മാവ് കാണിച്ചൊരു വെളിപ്പാട്, അമേരിക്ക പോകുന്ന കാര്യമോ മഞ്ഞ് വീഴുന്ന നാട്ടിൽ പോകുന്ന കാര്യമോ പ്ലെയിൻ ഒന്നുമല്ല ഞാൻ കാണാറുള്ളത്. കർത്താവ് ഞങ്ങൾ കാണിച്ചിട്ടുമില്ല. സ്തോത്രം. അതായത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ എന്താ സ്തോത്രം, ജാർഖണ്ഡിൽ എവിടെയോ ഉത്തരേന്ത്യയിലുള്ള ഒരു ദൈവദാസനെ ജയിലിലിട്ട് തല കീഴായി അവർ മർദ്ദിക്കുന്നു. ഏത് ഈ അല്പം ദിവസങ്ങൾ മുമ്പേ നടന്ന സംഭവം കർത്താവ് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ യേശുവിനെ തള്ളി പറയാതെ മറുവശം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നത് അതേ ആരാധന സ്വാതന്ത്ര്യം ഉള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ, സഭകൾ, കുഞ്ഞുങ്ങൾ അവരാരും ഉപേക്ഷയായി അതേ സഭായോഗത്തിൽ വിചാരിച്ച് വീട്ടിലോ അല്ലെങ്കിൽ ആലയത്തിൽ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഓർക്കം തൂങ്ങിയോ അക്ഷരമില്ലാതെ ഇരിക്കാൻ പാടില്ല. തല കീഴായി തൂക്കിയിടാന്നൊക്കെ കേട്ടിട്ടുണ്ടാവല്ലേ? സ്തോത്രം. സിനിമ കാണുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. തല കീഴായി ഇട്ടിട്ട് സ്തോത്രം വയറ്റിൽ അടിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വേദനയിലും എന്നെ രക്ഷിക്കണമേ എന്നല്ല. എത്ര വർഷം വിശ്വാസം വന്നെന്നറിയോ? 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായി അവരെ പാസ്റ്ററുമാക്കി. കാരണം ബൈബിൾ സ്കൂൾ അവിടെ ഇല്ല. ബൈബിൾ സ്കൂളിൽ പാസ്റ്റർ ബിഹാറൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് പാസ്റ്റർ അവിടുത്തെ കാര്യങ്ങളൊക്കെ വർഷമൊക്കെ അറിയാം. സ്തോത്രം. 1 വർഷം പഠിച്ചുള്ളൂ, 1 വർഷം വിശ്വാസം വന്നുള്ളൂ. അവരെ പാസ്റ്ററാക്കി, അവർ സ്നാനപ്പെടുത്തും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവനെ അതുകൊണ്ട് എന്ത് ചെയ്തു? ജയിലിലിട്ടിട്ട് എന്നെ വിടുവിക്കണമേ എന്താ അവരുടെ പ്രാർത്ഥന. അവരുടെ ഭാര്യമാരും ഈ ജയിലിലുണ്ട്. ഏതവസ്ഥയിൽ 4 മാസം 5 മാസം ഗർഭിണിയായ സഹോദരിമാർ, അല്ല അമ്മമാർ, ആൻറ്റിമാർ, പാസ്റ്ററിൻ്റെ ഭാര്യയെ അവരെ കഷ്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്നല്ല പ്രാർത്ഥന. ഞങ്ങളെപ്പോലെ അല്ല കർത്താവെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കുന്ന അതേ സഭകളെ അങ്ങ് അനുഗ്രഹിക്കണം. അവരാരും
അവരാരും മൗനമായിരിക്കാൻ, അവരാരും സഭായോഗത്തെയോ സഭാ കൂട്ടായ്മയോ അത് ഉപേക്ഷ വിചാരിക്കാതെ ലഭിക്കുന്ന അവസരങ്ങൾ കൂട്ടായ്മയെ അങ്ങേ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്യം വായിക്കാം. മത്തായി 10:27. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്തിൽ പറവീൻ. മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കർത്താവിടെ ഓർപ്പിക്കുന്ന കാര്യം. അതേ സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇരുട്ടിൽ പറഞ്ഞത് നിങ്ങളത് വെളിച്ചത്തിൽ പറവീൻ. ഞാൻ നിങ്ങളോട് ചെവിയിൽ പറഞ്ഞത് അത് നിങ്ങൾ പുറമുകളിൽ അത് പ്രസ്താവിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ കർത്താവ് എവിടെയാണ് പറഞ്ഞത്? ഇരുട്ടത്താണോ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ല. പക്ഷെ ഇരുട്ടിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് അവരോട് ചേർന്ന് 1-2 ആലോചന തന്നത്. സ്തോത്രം. അത് ഹല്ലേലൂയ. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു. പക്ഷെ കാരാഗ്രഹത്തിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തന്നെ കൊണ്ട് അതേ ലേഖനങ്ങളെ എഴുതിപ്പിച്ചു. സ്തോത്രം. താൻ ഇരുട്ടിലാണ്, താൻ ഹല്ലേലൂയ അടക്കപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ എന്നിട്ടും താൻ എഴുതി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ഇന്ന് പകലും നമ്മുടെ സഭായോഗത്തിൽ നമുക്കത് ഘോഷിപ്പാൻ, അത് കേൾക്കുവാൻ പാസ്റ്റർ വായിപ്പിച്ചല്ലോ എബ്രായ ലേഖനം. അത് ജയിലിൽ വെച്ച് അതേ തന്റെ വേദനയുടെ നടുവിൽ താൻ എഴുതിയ കർത്താവ് പറയുന്നു ഇരുട്ടിലുള്ളത് അത് ചെവിയിൽ പറഞ്ഞത് നിങ്ങൾ ഘോഷിക്കണം. മിണ്ടാതിരിക്കുന്ന കാര്യമല്ല. ഒരു വെളിപ്പാട് കർത്താവ് തരുമ്പോൾ, ഒരു ആലോചന തരുമ്പോൾ, ഒരു വചനം വായിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകണം എന്നും കൂടി ചിന്ത നമുക്ക് വേണം. സ്തോത്രം. ഞാൻ ചിന്തിക്കാതെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവെ, അങ്ങനെ ദാസി 25 വർഷമായി ആശയെ പരിചയപ്പെട്ട് പറഞ്ഞു 25 വർഷം. ഞാൻ മക്കളുടെ കാര്യം പറഞ്ഞില്ല, ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. സ്വത്ത് 25 വർഷമായി. 25 വർഷമായ ഈ കുടുംബം കഴിഞ്ഞ 25 വർഷം പോയ സ്ഥലങ്ങളിൽ, പോയ സഭകളിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇവർക്ക് മക്കളില്ലെങ്കിലും അവർ മക്കളുള്ളവരെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിച്ചവർ. സ്വത്രം. ആ കൃപ ഹല്ലേലൂയ. അത് ഒരു ദൈവദാസനെയും ഒരു പെന്തക്കോസ്ത് വിശ്വാസിക്ക് ഈ ലോകത്തിലുള്ളൂ. സ്വത്രം. മൈക്കിന്റെ ശബ്ദം വേണം കേൾക്കാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ താല്പര്യമുള്ളത് സ്വന്തം ശബ്ദമെടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്. സ്വത്രം. ദൈവാത്മാവ് ഓർപ്പിച്ചത് 25 വർഷം അവർക്ക് മക്കളില്ലെങ്കിലും മക്കളുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നും. സ്വത്രം. ക്യാൻസർ രോഗിക്ക്, ഒരു ക്യാൻസർ രോഗിയായ പാസ്റ്റർ വിശ്വാസിക്ക് ഈ ഉലകത്തിൽ വേറൊരു ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ജാതികൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പറയുന്നുണ്ടോ? ഉണ്ടോ? സ്വന്തം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മ ഉണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും, പോരാടുവാൻ സാധിക്കും. കാരണം എന്താണ്? രാജാതി രാജാവ് നമ്മളെ കൂടെ ഉണ്ട്. രാജാതി രാജാവ് അവന്റെ ബലം നമ്മളിൽ പകർന്നു. സംഗീതകാരൻ പറയുന്നത് അതെ, യോവേ അങ്ങയുടെ ബലം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, അങ്ങയുടെ ബലത്താൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഇപ്പൊ മക്കളില്ലെങ്കിലും വീടില്ലെങ്കിലും വണ്ടി ഇല്ലെങ്കിലും അത് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. സ്തോത്രം. വായിച്ചെന്നോ ചേർന്ന്. സ്തോത്രം. ഫിലിമോന്റെ ലേഖനം അതിന് 10-11 വാക്യം. ഫിലിമോൻ ഒരു അധ്യായമുള്ളൂ. 10-ാം വാക്യം 11-ാം വാക്യം. തടവിലിരിക്കുമ്പോൾ പൗലോസ് പറയാൻ, ഞാൻ എവിടെയാ? ഞാൻ തടവിലാണ്. പക്ഷെ എന്നാലോ തടവിലിരിക്കുമ്പോൾ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ആർക്ക് വേണ്ടി? തടവിലാണെങ്കിലും ഞാൻ ഓർത്തിനെ ജനിപ്പിച്ചു. എങ്ങനെ ജനിപ്പിച്ചു? ആത്മാവിൽ ജനിപ്പിച്ചു. അവൻ കള്ളനായി വന്ന എൻ്റെ ജയിലിൽ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. അപ്പൊ ജയിലാണെങ്കിലും സുവിശേഷം പറയാം, ക്യാൻസർ ആണെങ്കിലും സുവിശേഷം പറയാം, രോഗാവസ്ഥയാണെങ്കിലും കിടപ്പാണെങ്കിലും മാസങ്ങളോളം കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഈ കോഴഞ്ചേരി വന്നിട്ട് 7 മാസമായുള്ളൂ. കഴിഞ്ഞ 1 മാസം മുമ്പേ 2 മാസം കിടപ്പായിരുന്നു. സ്തോത്രം. രോഗാവസ്ഥയിലും സുവിശേഷം അറിയിപ്പാൻ വീടുകൾ കയറി ഇറങ്ങി അവരോട് പറയുവാൻ യേശു സൗഖ്യമാക്കുന്നു. ചിലർ ചോദിച്ചിട്ടുണ്ട്, അയ്യോ പാസ്റ്റർ രോഗിയാണല്ലോ, പിന്നെ എങ്ങനെ യേശു നിങ്ങളെന്താ സൗഖ്യമാക്കാത്തത്? ഒരേ മറുപടി. അതേ സങ്കീർത്തനം 115 2-3 നമ്മുടെ ദൈവമോ അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നു, തൻ്റെ ഇഷ്ടം അവൻ്റെ ഇഷ്ടം അവൻ ചെയ്യുന്നു.
സ്വതന്ത്രം. അവന് ഇഷ്ടമായി രോഗിയാക്കാൻ. രോഗ നിമിത്തം അവൻ അറിഞ്ഞു. പക്ഷേ വിശ്വാസം വന്നാലോ രോഗിയാകും. എന്തിനു വേണ്ടി? വിശുദ്ധീകരണം പ്രാപിപ്പാൻ. എന്തിനു വേണ്ടി? മറ്റു രോഗികൾക്ക് വേണ്ടി ഒരു ആത്മഭാരം ഉണ്ടാകുവാൻ. വീണ്ടും അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ രോഗം തന്ന് നമ്മളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും സ്വത്രം. നിങ്ങൾ ഇത്രയും പ്രതികരിക്കുന്നുണ്ടല്ലോ, വലിയ സഭയിൽ പോയാൽ കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല. എല്ലാം നമ്മൾ തന്നെ പാസ്റ്റർമാർ തന്നെ പറയണം, വായിക്കുകയും ചെയ്യണം, പ്രസംഗിക്കുകയും ചെയ്യണം, പറയുകയും ചെയ്യണം. സ്വത്രം. നിങ്ങൾക്ക് ഇത്രത്തോളെങ്കിലും താല്പര്യം തന്നോർത്ത് ഞാൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പൗലോസ് പറയാണ്, തടവിലെങ്കിലും ഞാൻ അവനെ ജനിപ്പിച്ചു. വായിച്ചോ? അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവൻ. നമ്മളെല്ലാവരും പ്രയോജനം ഇല്ലാത്തവരായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ അംബാനി ആയിക്കോട്ടെ, പത്തനംതിട്ടയെ സ്വന്തം വിലയ്ക്ക് മേടിക്കാൻ കഴിവുള്ള ഏത് മനുഷ്യനും ആയിക്കോട്ടെ, അത് പള്ളിക്കാരായിക്കോട്ടെ, നമ്മളല്ലല്ലോ, പെന്തക്കോസ്കാരല്ല. സ്വത്രം. ഏത് ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളിക്കാരായിക്കോട്ടെ, ആരായാലും അവർ പ്രയോജനം ഇല്ലാത്തവരെന്നാണ് ദൈവം പറയുന്നത്. പത്തനംതിട്ട ജില്ല മേടിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടാവും. ഏറ്റവും വലിയ വീട്, 10 വണ്ടിയോ 100 വണ്ടിയോ ആസ്തിയൊക്കെ അവർക്കുണ്ടാവും. പക്ഷേ ദൈവസന്നിധിയിൽ പ്രയോജനമില്ല. മാത്രമല്ല, അവർക്ക് പ്രയോജനമുള്ള കാര്യം അവർ ചെയ്യത്തുള്ളൂ. സ്വത്രം. ഒരു പാവപ്പെട്ടതിനെ കുറിച്ച് ഓർക്കാനൊക്കെ സമയമില്ല. നമുക്കോ പാവപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് മനസ്സലിവാ. സ്വത്രം. നമുക്ക് പാവപ്പെട്ടവരെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് ദൈവം തരുന്നു. കാരണം എന്താണ്? അവൻ്റെ മനസ്സുള്ള അവൻ്റെ ആത്മാവിനെ കൊണ്ടാണ് നമ്മളെ നിറച്ചത്. പൗലോസ് വായിച്ചോ? മുമ്പേ പ്രയോജനം ഇല്ലാത്തവൻ, ഇപ്പോഴോ എനിക്കും നിനക്കും നല്ല പ്രയോജനം. നല്ല പ്രയോജനം. സുശേഷ നിമിത്തം, സഭയിൽ വന്ന നിമിത്തം, ആത്മരക്ഷ പ്രാപിച്ച നിമിത്തം, ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നിമിത്തം നല്ല പ്രയോജനം. സ്തോത്രം. എന്താ നല്ല പ്രയോജനം ആകാൻ കാരണം? ഈ നല്ല സുവിശേഷം പറയുന്നുണ്ടോ? ഹസീനയോട് പറയാറുണ്ടോ? സ്തോത്രം. അപ്പോൾ ഹസീന ആരാന്ന് ചോദിക്കും. എനിക്ക് വായിൽ വന്നൊരു പേര് പറഞ്ഞോളൂ. അബ്ദുള്ളയോട് പറയാറുണ്ടോ? രവിയോട് പറയാറുണ്ടോ? എവിടെ? ഞാൻ പാസ്റ്ററാണ്, ഇത് ബൈബിളാണ്, ഇതെന്നാ കേട്ടില്ല? ട്രാക്റ്റ് ഇത് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ബൈബിളായിട്ട് പോകുമ്പോഴേ സ്വത്രം ബസ്സിൽ കയറുന്ന ആൾ, ഞങ്ങൾ കയറുന്ന ഓട്ടോയിൽ ഒക്കെ കൊടുക്കും. സുവിശേഷം മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ, അത് സ്വതം പറഞ്ഞ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെങ്കിലും നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യണം. നാളെ പോയി സ്കൂളിൽ ക്ലാസ് ഇരിക്കുമ്പോൾ ഹസീനയോ റൂബിയോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോർത്ത് ആദ്യം പ്രാർത്ഥിക്കണം. ചാടിക്കറി നാളെ കൊടുക്കാനല്ല പറയുന്നത്. അത് നിങ്ങളാദ്യം പ്രാർത്ഥിക്കണം. വീട്ടിൽ അത് കുടുംബ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണം. എനിക്ക് ഈ വചനം ആദ്യം ഇടപെട്ട കുടുംബ പ്രാർത്ഥനയില്ല. പലപ്പോഴും കർത്താവ് ഇടപെടുന്ന വചനം കുടുംബ പ്രാർത്ഥനയില്ല. എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. പാസ്റ്റർ പോലെ 21 വർഷമായി, മക്കളില്ല. ഇപ്പോൾ നിൽക്കുമ്പോൾ മക്കളില്ല, വീടില്ല, വണ്ടിയില്ല, രോഗിയാണ്, സകല ഇല്ലാത്തതേ ഉള്ളൂ. പക്ഷെ സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഉണ്ട്. വേറെ ആരും ഇല്ലെങ്കിലും സർവശക്തനായ ദൈവം, എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ ശക്തീകരിക്കുന്നവൻ. സ്തോത്രം. വളരെ അനുഗ്രഹം. 2 ദിവസം നിങ്ങൾ കർത്താവിനോട് കൂടെ വാസമായിരുന്നല്ലോ. 2 ദിവസം ഉപവാസ പ്രാർത്ഥന അല്ലേ? ഇന്ന് കത്രമേശയുണ്ട്. സ്തോത്രം. നാളെ പക്ഷെ ഇറങ്ങുമ്പോൾ ശക്തിയോട് അവൻ എഴുന്നേൽക്കും. ആര്? പിശാച്. ഇനി ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ച ഓണം. സ്തോത്രം. ഈ ദേശം ഓണത്തിൻ്റെ ദേശമാണല്ലോ, ഈ ജില്ല. സ്തോത്രം. ശക്തമായി ഞാൻ വെള്ളിയാഴ്ച പോയ 18 IPC സഭയെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഓർപ്പിക്കട്ടെ, എല്ലാ സഭകളും ഈ സമയം ക്രിസ്മസ് ഓണം പോകുമ്പോൾ സഭകൾ പറയുന്ന കാര്യമാണ്, വാരി വലിച്ചെല്ലാം തിന്നല്ലേ. സ്തോത്രം. ചോറൊക്കെ ലഡു തരും. കേക്ക് ക്രിസ്മസിന് അന്നേ കേക്ക് കഴിച്ചാൽ വിഴുങ്ങുള്ളൂ. അല്ലാത്ത ദിവസം കേക്ക് മേടിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല, കർത്താവിനും പ്രശ്നമില്ല. പക്ഷേ 25 ഡിസംബർ 25 തന്നെ കേക്ക് തിന്നണമെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. അത് പിശാച് ചെയ്തില്ലെങ്കിലും കർത്താവ് ചെയ്യും. കാരണം നാം അത് വിട്ടതാ, നാം ചപ്പും ചവറും എന്ന് എണ്ണിയതാ. സ്തോത്രം. ഓണം ഈ ദിവസങ്ങൾ ഓണം വരും, വിളിക്കും, കൂട്ടുകാരി വിളിക്കുമ്പോൾ ഓടിപ്പോല്ലേ കേട്ടാ. സ്തോത്രം. ബാബ കുഴപ്പമില്ല, നീ കഴിച്ചോ. സ്തോത്രം. മക്കളെ സ്വതം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിച്ചു വന്നിട്ട് എന്താണ്? കഴിച്ചു വന്നിട്ട് പിന്നെ വയ്യോ പാസ്റ്റേ പ്രാർത്ഥിക്ക്, വയറുവേന, തലവേന, അവിടെ വേന, ഇവിടെ പിടുത്തം, അത് പിശാചിന്റെ പോരാട്ടം. അതൊന്നും പിശാചിന്റെ അല്ല, ദൈവം നേരിട്ട് തരുന്ന. നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നീ അത് കഴിക്കരുത്. ദാനിയേൽ എവിടെയാണ് തീരുമാനം എടുത്തത്? ദാനിയേലും കൂട്ടരും അന്യദേശത്ത് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ രാജാവിൻ്റെ ഭോജനം
മോശമല്ല ഭോജനം. ഈ ബിരിയാണിയും പരിപാടിയൊന്നുമല്ല, അതിനും വലുതാ. രാജാവിൻ്റെ ഭക്ഷണം ഞങ്ങൾ കഴിക്കയില്ല. അത്രയും വലിയ തീരുമാനം നമുക്ക് ആവശ്യമില്ല, സ്തോത്രം. പക്ഷെ എടുക്കണം, വേണ്ടെന്ന് പറയണം, സ്തോത്രം. പോകണ്ടെന്ന്, വേണ്ട ഞാൻ വരുന്നില്ല എന്ന് ധൈര്യമായി പറയണം, സ്തോത്രം. കർത്താവിന്റെ ആത്മാവോട് ഈ ദിവസം നമ്മളെ സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് ഏതവസ്ഥയിലും നമ്മളെ സഹായിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, സ്തോത്രം. ദൈവദാസൻ കുടുംബത്തെയും ദൈവസഭയും ധാരാളമായി ഈ ദേശത്ത് കർത്താവ് സഹായിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ. കർത്താവിന് വേണ്ടി അത് നല്ല പ്രയോജനം ഉള്ളതാക്കി തീർത്ത് ഈ ദേശം അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നേടുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ 2024 കഴിയാൻ അല്പമാസങ്ങൾ മാത്രമല്ല, അല്പ ദിവസങ്ങളുള്ളൂ. സ്വന്തം നാം പാടിയൊരു പാട്ടിൽ അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായി, എപ്പോഴാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ജാഗരിച്ച് ആത്മാവിൽ പോരാടുവാൻ, അത് കർത്താവിൻ്റെ വേലയിൽ അതേ സഹായം ചെയ്യുന്നതായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവിനോടും സഭയോട് നന്ദി അറിയിക്കുന്നു. സമയത്തിനായ സ്തോത്രം. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കരങ്ങളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം. എല്ലാ തലകളും ഒരു നിമിഷമാണ്, എല്ലാ കണ്ണുകളും ഒരു നിമിഷമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമുക്ക് കേൾപ്പാനിടയായോ. തുടർന്ന് കർത്താവിന്റെ തിരുമേശയിലേക്ക് ഇന്ന് രാവിലെ